ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഹിന്ദി വിത്ത് നാനാർജീസ്. ഇന്ന് നമുക്ക് 10th ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, मीठी वाणी बोलने से औरों को सुख और अपने तन को शीतलता कैसे प्राप्त होती है? അതായത് മീട്ടി വാണി ബോൾനേസെ, മധുരമായ വാക്കുകൾ സംസാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മധുരമായി സംസാരിക്കുന്നതിലൂടെ ഔരോങ്കോ സുഖ ഓർ അപ്പനെ തൻകോ ശീതൾത. ഔരോങ്കോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ദോഹ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, മറ്റുള്ളവർക്ക്. ദൂസരോങ്കോ എന്നർത്ഥമാണ്. സുഖ ഓർ അപ്പനെ തൻകോ, മറ്റുള്ളവർക്ക് സുഖവും അതുപോലെ നമ്മുടെ തന്നെ ശരീരത്തിന് ശീതൾത കൈസെ പ്രാപ്തി ഹോത്തി ഹേ, ഒരു തണുപ്പും എങ്ങനെയാണ് കിട്ടുന്നത്, അതായത് നമ്മുടെ ശരീരത്തിന് ഒരു ശാന്തിയും സമാധാനവും എങ്ങനെയാണ് കിട്ടുന്നത്. ആൻസർ, മീठी वाणी सुनकर दूसरों को प्रसन्नता और सुख मिलता है. മധുരമുള്ള വാക്കുകൾ, അതായത് സ്വീറ്റ് വേർഡ്സിൽ ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ, സുൻകർ കേൾക്കുമ്പോൾ, ദൂസരോങ്കോ പ്രസന്നത ഓർ സുഖം മിൽത്താ ഹെ, അതായത് കേൾക്കുന്ന ആൾക്ക് മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും ലഭിക്കുന്നു. മധുർ ബോൽനേസെ, സ്വീറ്റായിട്ട് സംസാരിക്കുമ്പോൾ, മന്മേ പ്രേം ഓർ ശാന്തി ബനി രഹതി ഹെ, മനസ്സിലൊരു സ്നേഹവും ശാന്തിയും ഉണ്ടാകുന്നു. ജിസ്സെ സ്വയം കോഫി മാനസിക് ശീതളത പ്രാപ്തി ഹോത്തി ഹെ, അങ്ങനെ അത് പറയുന്നതിലൂടെ നമുക്ക് തന്നെയും മനസ്സിനൊരു തണുപ്പ് ലഭിക്കുന്നു. ഇവിടെ തണുപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സാക്ട്ലി തണുപ്പല്ല, അത് സിംബോളിക്കലി പറയുന്നതാണ്. അതായത് നമുക്കൊരു ശാന്തത കൈവരുന്നു. അതായത് കേൾക്കുന്ന ആൾക്കും സമാധാനം കിട്ടും, പറയുന്ന ആൾക്കും സമാധാനം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീപക് ദിക്കായി ദേനെ പർ അന്ധ്യാര കൈസെ മിട്ട് ജാതാ ഹെ. ദീപക് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ദീപം വെളിച്ചം. വെളിച്ചം കാണുന്നതിലൂടെ അല്ലെങ്കിൽ വെളിച്ചം വരുമ്പോൾ അന്ധ്യാര കൈസെ മിട്ട് ജാതാ ഹെ, ഇരുട്ട് എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ദീപക് കെ പ്രകാശ് സെ അന്ധകാർ ദൂർ ഹോ ജാതാ ഹെ, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ അന്ധകാരം ഇല്ലാതാകുന്നു. ഇസി പ്രകാർ ജ്ഞാൻ രൂപി പ്രകാശ് മിൽനെ പർ, അതുപോലെ തന്നെ അറിവാകുന്ന, ജ്ഞാൻ രൂപി എന്ന് പറഞ്ഞാൽ എന്താ? അറിവാകുന്ന ആ പ്രകാശം ലഭിക്കുമ്പോൾ അജ്ഞാൻ സമാപ്ത് ഹോ ജാതാ ഹെ, നമ്മുടെ അറിവില്ലായ്മ ഇല്ലാതാകുന്നു. നമ്മൾക്ക് ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മുടെ അജ്ഞാനം ഇല്ലാതാകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ, ഈശ്വർ കൺ കൺ മേ വ്യാപ്ത് ഹെ ഫിർ ഭി ഹം ഉസെ ക്യോ നഹീ ദേഖ് പാത്തെ. ഈശ്വരൻ ഓരോ കണങ്ങളിലുമുണ്ട്, തൂണിലും തുരുമ്പിലുമുണ്ട്. ഫിർ ഭി ഹം ഉസെ ക്യോ നഹീ ദേഖ് പാത്തെ, എന്നിട്ട് നമ്മൾ എന്തുകൊണ്ടാണത് കാണാത്തത്? ആൻസർ, ഈശ്വർ ഹമാരെ ഭീതർ ഓർ ബാഹർ സർവത്ര വിദ്യമാൻ ഹെ. ഈശ്വരൻ നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും അങ്ങനെ സകലത്തിലും ഉണ്ട്. ലേക്കിൻ അജ്ഞാൻ അഹങ്കാർ ഓർ മോഹ് കെ കാരൺ ഹം ഉസെ പഹചാൻ നഹീ പാത്തെ. അതായത് എന്നിരുന്നാലും, ലേക്കിൻ എന്നാലും, അറിവില്ലായ്മയും അഹങ്കാരവും മോഹവും കാരണം, അതായത് അത്യാഗ്രഹവും കാരണം നമുക്ക് അവനെ കാണാൻ പറ്റുന്നില്ല. ഈശ്വരൻ നമ്മുടെ ഉള്ളിലും പുറത്തും സകലയിടത്തുമുണ്ട്. പക്ഷേ നമ്മുടെ തന്നെ അറിവില്ലായ്മയും അഹങ്കാരവും ലോഹമോഹങ്ങളും ഒക്കെ കാരണം നമുക്ക് അത് തിരിച്ചറിയാനാവുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ, संसार में सुखी व्यक्ति कौन है और दुखी कौन? सोना और जागना किसके प्रतीक है? संसार में, ലോകത്തിൽ, സുഖി വ്യക്തി കോൺ ഹേ, ഏറ്റവും സുഖവാനായ സന്തോഷവാനായ വ്യക്തി ആരാണ്? ഓർ ദുഃഖി കോൺ ഹേ, ദുഃഖവാൻ ആരാണ്? സോന ഓർ ജാഗന കിസ്കെ പ്രതീക് ഹേ. സോന ഉറങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ അതിൻ്റെ അർത്ഥം ഉറങ്ങുക എന്നാണ്. അപ്പോൾ ഉറങ്ങുക അല്ലെങ്കിൽ ഉണരുക എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രതീകമാക്കുന്നത്? ആൻസർ, संसार के लोग सांसारिक सुखों में लिप्त होकर सुखी दिखाई देते हैं. ലോകത്തിലുള്ള, സംസാറിന് ലോകത്തിലുള്ള ആളുകളെല്ലാം സാൻസാരിക് സുഖോമേ, ഈ ലോക സുഖങ്ങളിൽ, ലിപ്തു ഹോക്കർ മുഴുകി, സുഖി ദിക്കായി ദേത്തെ ഹേ, സുഖിമാന്മാരായി കാണപ്പെടുന്നു. അതായത് ഒരുപാട്
സുഖലോലുപതകളിൽ മുഴുകി അവരെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരെ കാണുന്നത് വളരെ സന്തോഷവാന്മാരായിട്ടാണ്. കബീർദാസ് ഈശ്വർ വിയോഗക്കെ കാരണം ദുഃഖി ഹേ. എന്നാൽ ഇവിടെ കബീർദാസ് ഈശ്വര വിയോഗത്തെ പ്രതി ദുഃഖിതനാണ്. അതായത് ഈ സുഖലോലുപതയിൽ മുഴുകുന്ന ആളുകൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കബീർദാസിൻ്റെ ദുഃഖം. യഹാ സോന അജ്ഞാൻ ഔർ ലാപർവാഹി ക പ്രതീക് ഹേ. ഇവിടെ സോന അതായത് ഉറങ്ങുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവില്ലായ്മയും അത്യാഗ്രഹവുമാണ്. തഥാ ജാഗ്ന ജ്ഞാൻ ഔർ ഈശ്വർ ചിന്തൻ ക പ്രതീക് ഹേ. എന്നാൽ ഉണരുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിവിനെയും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകളെയുമാണ്. അതായത് ഞാനീ നേടുന്നതെല്ലാം എന്താണ്, ക്ഷണികമാണ്, ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയാണ്, എന്നും നിലനിൽക്കുന്നുള്ളൊരു ബോധം ഒരു വ്യക്തിക്ക് വരുന്നതിനെയാണ് ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. अपने स्वभाव को निर्मल रखने के लिए कबीर ने क्या उपाय सुझाया है. തൻ്റെ സ്വഭാവം നിർമ്മലമാക്കി വെക്കാൻ എന്ന് വെച്ചാൽ എന്താണ്, നല്ല ക്ലിയർ ആക്കി വെക്കാൻ, ക്ലീൻ ആക്കി വെക്കാൻ കബീർ എന്ത് ഉപായമാണ് പറയുന്നത്? സുജായ മീൻസ് കാണിച്ചു തരുന്നത്. കബീർ ने निंदक को अपने पास रखने का उपदेश दिया है. ആൻസറാണേ കബീർ നിന്ദകൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ക്രിട്ടിസൈസർ, നമ്മളെ വിമർശിക്കുന്നവർ. अपने पास रखने का उपदेश दिया है. നമ്മുടെ അടുത്ത് തന്നെ അവരെ സൂക്ഷിക്കണം, അടുത്ത് തന്നെ വെക്കണം. അതായത് അവർ പറയുന്നതിന് നമ്മൾ ചെവി കൊടുക്കണം. നിന്ദക് ഹമാരി കമിയാം ബതാക്കർ ഹമേ സുധാർനെ മേ സഹായത കർത്താ ഹെ. നിന്ദക് എപ്പോഴും നമ്മുടെ കമിയാം കുറവുകൾ ബതാക്കർ പറഞ്ഞുകൊണ്ട് ഹമേ സുധാർനെ മേ നമ്മളെ ക്ലിയർ ആക്കുന്നതിൽ, കറക്റ്റ് ചെയ്യുന്നതിൽ സഹായത കർത്താ ഹെ സഹായിക്കുന്നു. നമ്മളെ പ്രൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നമ്മളെ പ്രൈസ് ചെയ്യുകയായിരിക്കില്ല. നമ്മളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അവർ നമ്മളെ പ്രൈസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളെ വിമർശിക്കുന്നവർ ഓൾവേസ് നമ്മളെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ, എല്ലാ വിമർശനങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥ മനോഭാവത്തോടെ നമ്മളെ വിമർശിക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. കാരണം അവർക്ക് മാത്രമേ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് കബീർദാസ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. एक अक्षर पीव का पढ़े सो पंडित होय से കവി ക്യാ कहना चाहता है. ഇവിടെ ആ ദോഹയിൽ നിന്നുള്ള ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏക് അക്ഷർ പീവുക, പ്രേമം അതായത് സ്നേഹം, ഈശ്വര സ്നേഹം എന്നുള്ള ഒറ്റ അക്ഷരം പഠിച്ചാൽ പണ്ഡിതനായി മാറാം, പണ്ഡിത് ഹോയ്. ഇത് പറയുന്നതിലൂടെ കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? ആൻസർ കവി का आशय है कि केवल पुस्तकीय ज्ञान पर्याप्त नहीं है. ഇവിടെ കവി പറയുന്നത് കേവലം പുസ്തകത്തിൽ നിന്നുള്ള അറിവ് പര്യാപ്തമല്ല, അത് മാത്രം മതിയാവുന്നില്ല. जो व्यक्ति ईश्वर प्रेम और सच्चे ज्ञान को समझ लेता है. ഈശ്വര പ്രേമത്തെക്കുറിച്ചും യഥാർത്ഥ അറിവും നേടുന്ന വ്യക്തി ആരാണോ വഹി വാസ്തവിക് പണ്ഡിത് കഹലാത്ത ഹെ, അയാളാണ് യഥാർത്ഥ പണ്ഡിതൻ. അതായത് ഒരുപാട് ഗ്രന്ഥങ്ങളും വേദാന്തങ്ങളും ഒന്നും വായിച്ച് അറിവ് നേടുന്നതിലൂടെ ഒരാൾ ജ്ഞാനിയാവുന്നില്ല, ഒരാൾക്ക് വിസ്ഡം ലഭിക്കുന്നില്ല. മറിച്ച് ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തകളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് കവി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7ാമത്തെ ക്വസ്റ്റ്യൻ. കബീർ കി സാഖ്യോं की ഭാഷ की വിശേഷതായും ലിഖിയെ. അദ്ദേഹം എഴുതിയ ഈ സാഖി എന്ന് പറയുന്ന കവിതയിലെ ഭാഷ എങ്ങനെയുള്ളതാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ്, സരൾ സഹജ് ഓർ ജൻ ഭാഷ. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ സരളമായിരുന്നു. സരൾ മീൻസ് സിമ്പിൾ, സഹജ് മീൻസ് സ്വാഭാവികമായിട്ടുള്ളതും, ജനഭാഷ എന്ന് വെച്ചാൽ ആളുകൾ അവരുടെ നോർമൽ ലൈഫിൽ ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള ലാംഗ്വേജാണ് കബീർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഏതൊക്കെ ഭാഷകളാണ് അതിനകത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നത്? അവധി, അതൊരു ഭാഷയാണ് കേട്ടോ. ഭോജ്പുരി, രാജസ്ഥാനി, പഞ്ചാബി ആദി ഭാഷാओं का മിശ്രൺ. അതായത് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കേവലം ഒരു ഭാഷയല്ല, മറിച്ച് അവധി, ഭോജ്പുരി, രാജസ്ഥാനി, പഞ്ചാബി തുടങ്ങിയ ഭാഷകളുടെയൊക്കെ ഒരു മിക്സ് ഉണ്ടായിരുന്നു. യു പിയിലൊക്കെ ഇപ്പോഴും ആളുകൾ ചില പ്രദേശങ്ങളിൽ ഭോജ്പുരിയാണ് സംസാരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ എല്ലാ ഭാഷകളും നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും നിലവിൽ സംസാരിക്കുന്ന ഭാഷകളാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഷകളുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മിക്സ് ഈ ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉണ്ടായിരുന്നു.
ലോക് പ്രചലിത ശബ്ദോं का പ്രയോഗ മൊത്തത്തിൽ എല്ലാവർക്കും പരിചയമുള്ള വളരെ പ്രചാരമായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പ്രഭാവശാലി ഓർ ഉപദേശാത്മക ശൈലി, വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ളതും അല്ല ഒരു ഉപദേശം തരുന്ന രീതിയിലുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് തൻ്റെ കവിതകളിലെല്ലാം. ഓക്കെ, അത്രയും തീർന്നു. ഇനി നമുക്ക് ഇവിടെ ഭാവസ്പഷ്ട കീജിയാണ്, അതായത് അതിൻ്റെ ഭാവാർത്ഥം എഴുതുക എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കത് നോക്കാം. ഫസ്റ്റ് ഭാവസ്പഷ്ട കീജിയയിൽ കൊടുത്തിരിക്കുന്നത് ബിരഹ് ഭുവംഗം തൻബസെ മന്ത്രിന ലാഗി കൊയ്. ഈ ലൈൻസിൻ്റെ അർത്ഥം എന്താണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ബിരഹ് എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഈശ്വര വിരഹമാണ് കേട്ടോ, ഈശ്വരനെ പിരിഞ്ഞുള്ള അവസ്ഥ. ഈശ്വർ വിയോഗ കാ ദുഃഖ് സാമ്പ് കെ വിഷിക്കെ സമാൻ ഹെ. പാമ്പിൻ്റെ വിഷത്തോട് തുല്യമാണ് ഈശ്വര വിയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന ദുഃഖം എന്നാണ് കവി പറയുന്നത്. ഈ സ്പീഡാക്കോ കൊയ് വി ഉപായ് ദൂർ നഹി കർ സക്ത. എന്തൊക്കെ ഉപായങ്ങൾ കൊണ്ടുവന്നാലും പരിഹാരങ്ങൾ കൊണ്ടുവന്നാലും അത് ഒരിക്കലും ഇല്ലാതാവുന്നില്ല. അതായത് ഈശ്വരനെ നമ്മൾ ഈശ്വരനോട് നമ്മൾ അകന്നു കഴിഞ്ഞാൽ ആ വിടവ് നികത്താനായിട്ട് അതിനൊരു ചികിത്സയുമില്ല എന്നാണ് ഇവിടെ, ഒരു ഉപായവുമില്ല എന്നാണ് കവി പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ലൈൻസിലേക്ക് പോവാം. സെക്കൻഡ് വൺ, കസ്തൂരി കുണ്ടലി ബസെ മൃഗ് ഡൂണ്ടെ ബൻമാഹി. കസ്തൂരി കുണ്ടലി ബസെ മൃഗ് ഡൂണ്ടെ ബൻമാഹി എന്നതുകൊണ്ട് കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? കസ്തൂരി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതൊരു സുഗന്ധ പദാർത്ഥമാണ്. കുണ്ടലി എന്ന് പറഞ്ഞാൽ നാഫിയാണ്, അതായത് കസ്തൂരിമാൻ്റെ നാഫിയിലുള്ള സുഗന്ധ പദാർത്ഥം. ബസെ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ള. മൃഗ് ഡൂണ്ടെ ബൻമാഹി, മൃഗം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു അത് കസ്തൂരിമാനാണ്. മൃഗം എന്ന് പറയുമ്പോൾ അനിമൽ അല്ല, ഇവിടെ ഉദ്ദേശിക്കുന്നത് കസ്തൂരിമാൻ. ഡൂണ്ടന എന്ന് പറഞ്ഞാൽ ഖോജനയാണ്, അന്വേഷിച്ച് ഇതർ ഉദർ ഖോജന. ഇതർ ഉദർ ഡൂണ്ടന എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കറങ്ങി നടക്കുക. ബൻ എവിടെയാണ് കറങ്ങി നടക്കുന്നത്? വനത്തിൽ. ബൻ എന്ന് പറഞ്ഞാൽ വനം. മാഹിം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. ജൈസെ ഹിരൺ കി നാഫി മേ കസ്തൂരി ഹോത്തി ഹെ. ഹിരണിൻ്റെ ആ നാഫിയിൽ, പൊക്കിളിൽ അടങ്ങിയിരിക്കുന്ന ആ കസ്തൂരി. ഫിർ ഭി വഹ് ഉസെ ജംഗൽ മേ ഖോജതാ ഹെ. എന്നിട്ടും അതിനെ, ജംഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റാണ്, വനമാണ് അല്ലേ. ഖോജന എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. അപ്പോൾ ഇവിടെ തൻ്റെ തന്നെ നാഫിയിലുള്ള കസ്തൂരി എന്ന പദാർത്ഥത്തെ, സുഗന്ധ പദാർത്ഥത്തെ കസ്തൂരിമാൻ എന്ത് ചെയ്യുന്നു? വനത്തിനുള്ളിൽ അന്വേഷിച്ച് നടക്കുന്നു. വൈസെ ഹി ഈശ്വർ മനുഷ്യക്കെ ഭീതർ ഹെ. സമാനമായി ഈശ്വരൻ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. വോ പർ മനുഷ്യ ഉസ്സെ ബാഹർ ഖോജത ഫിർതാ ഹെ. എന്നിട്ടും മനുഷ്യൻ അതിനെ അന്വേഷിച്ച് വെളിയിലൂടെ നടക്കുകയാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. തേർഡ് വൺ, ജബ് മേ താ തബ് ഹരി നഹി അബ് ഹരി ഹേ മേ നാഹി. ഇവിടെ മേം എന്ന വാക്കിന് അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്ന അർത്ഥമല്ല, ഇവിടെ ഞാൻ എന്ന ഭാവത്തെ, അഹങ്കാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഹരി എന്നതുകൊണ്ട് ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ എന്ന ഭാവം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നപ്പോൾ ഈശ്വരൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അബ് ഹരി ഹേ, ഇപ്പോൾ ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്. മേ നഹി, അപ്പോൾ എന്നിലുള്ള അഹങ്കാരമില്ല. ഇതാണ് കവിയുടെ ലൈൻസിൻ്റെ അർത്ഥം. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ജബ് തക് മനുഷ്യമേ അഹങ്കാർ രഹത്താ ഹേ. മനുഷ്യൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം തബ് തക് ഉസേ ഈശ്വർ കി പ്രാപ്തി നഹി ഹോത്തി. അത്രയും കാലം അവന് ഈശ്വരപ്രാപ്തി ലഭിക്കുകയില്ല. അഹങ്കാർ സമാപ്ത ഹോനെ പർ, അഹങ്കാരം ഇല്ലാതാവുമ്പോൾ ഈശ്വർക്ക് അനുഭവ ഹോത്താ ഹേ. ഈശ്വരനെ അവൻ തിരിച്ചറിയും. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പോധി പഠി പഠി ജഗ്മുവ പണ്ഡിത് ഭയാന കോയ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കേവൽ പുസ്തകേം പഠ് ലേനെ സെ, കേവലം പുസ്തകം വായിക്കുന്നതിലൂടെ സച്ചാ ജ്ഞാനി നഹി ബൻത, യഥാർത്ഥ ജ്ഞാനി ആകുന്നില്ല. വാസ്തവിക് ജ്ഞാൻ പ്രേം അനുഭവ ഓർ ആത്മബോധ സെ പ്രാപ്ത ഹോത ഹെ. യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് സ്വന്തം അനുഭവത്തിലൂടെയും ആത്മബോധത്തിലൂടെയും സ്നേഹത്തിലൂടെയും ഒക്കെയാണ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് എന്നാണ് ഇവിടെ കവി പറയുന്നത്. നിങ്ങൾക്ക് അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ആൻസേഴ്സാണ്. ഇന്ന് തന്നെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.